ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരനെ സംബന്ധിച്ച് ഇന്ന് നിർണായകമായ ഒരു ദിനമാണ്. മന്ത്രിപദത്തിലെത്തി ഒരു മാസത്തിനകം തന്നെ കോടതി കയറേണ്ടി വന്ന ഒരു വകുപ്പാണ് ആരോഗ്യവകുപ്പ്. അതിന്റെ കാരണം വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീനയുടെ സ്ഥലം മാറ്റമാണ്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് നിയമിച്ച റീനയുടെ 3 വർഷത്തെ ഡെപ്യൂട്ടേഷൻ കാലാവധി അവസാനിച്ചു. മാത്രവുമല്ല, UDF സർക്കാരിനോട് റീന വേണ്ട വിധത്തിൽ സഹകരിക്കുന്നില്ലെന്നതടക്കം പരാതികൾ ആരോഗ്യമന്ത്രിക്കുണ്ട്. ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ വകുപ്പിനെ പ്രതിരോധത്തിലാക്കുന്ന പല നടപടികളും റീനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. സർക്കാരിനോട് ആലോചിക്കാതെ ശബരിമലയിലേക്ക് സർക്കാർ ഡോക്ടർമാരെ വിട്ടുകൊടുക്കില്ലെന്ന് ഉത്തരവിറക്കി. കോഴിക്കോട് നിപ രോഗം സ്ഥിരീകരിച്ച വിവരം യഥാസമയത്ത് ആരോഗ്യമന്ത്രിയെ അറിയിച്ചില്ല. അങ്ങനെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്തിരുന്ന് തുരപ്പൻ പണിയാണ് റീന കാണിച്ചതെന്നാണ് മന്ത്രി മുരളീധരൻ പറഞ്ഞത്. തുടർന്നാണ് റീനയെ പബ്ലിക് ഹെൽത്ത് ലാബ് ഡയറക്ടറായി എറണാകുളത്തേക്ക് സ്ഥലം മാറ്റിയത്. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ പകരം ചുമതല ഡോക്ടർ മീനാക്ഷിക്ക് നൽകുകയും ചെയ്തു. എന്നാൽ സ്ഥലം മാറ്റം അംഗീകരിക്കാൻ ഡോക്ടർ റീന തയ്യാറായില്ല. പിന്നാലെ സർക്കാർ നടപടിക്കെതിരെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു. ചട്ടവിരുദ്ധമാണ് സ്ഥലം മാറ്റമെന്ന റീനയുടെ വാദം അംഗീകരിച്ച ട്രിബ്യൂണൽ സ്റ്റേ അനുവദിച്ചു. സ്വാഭാവിക സ്ഥലം മാറ്റമാണെന്നും റീനയെ തത്തുല്യ തസ്തികയിലേക്കാണ് നിയമിച്ചതെന്നുമുള്ള സർക്കാർ വാദം ട്രിബ്യൂണൽ അംഗീകരിച്ചില്ല. ഈ മാസം 18-നാണ് KAT സർക്കാർ നടപടി സ്റ്റേ ചെയ്തത്. പിന്നാലെ വകുപ്പ് ഡയറക്ടറുടെ ആസ്ഥാനത്ത് നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. വെള്ളിയാഴ്ച രാവിലെ KAT ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ റീന ഡയറക്ടർ ആസ്ഥാനത്ത് ചുമതല ഏറ്റെടുക്കാനെത്തി. എന്നാൽ ഡയറക്ടർ കസേരയിൽ നിന്ന് ഒഴിഞ്ഞുകൊടുക്കാൻ ഡോക്ടർ മീനാക്ഷി തയ്യാറായില്ല. സർക്കാർ ഉത്തരവ് വരാതെ സ്ഥാനത്ത് നിന്ന് മാറില്ലെന്നാണ് മീനാക്ഷിയുടെ നിലപാട്. അതോടെ എതിർവശത്തെ കസേരയിൽ ഡോക്ടർ റീന ഇരിപ്പുറപ്പിച്ചു. വൈകിട്ട് വരെ മുഖാമുഖം നോക്കിയിരുന്ന് ജോലി ചെയ്ത ശേഷമാണ് ആദ്യ ദിനം ഇരുവരും മടങ്ങിയത്. വെള്ളിയാഴ്ച വൈകിട്ട് തന്നെ സർക്കാർ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചു. ഡോക്ടർ റീനയെ മാറ്റിയ നടപടിയിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്നാണ് സർക്കാരിന്റെ വാദം. റീനയുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി കഴിഞ്ഞിട്ടും എക്സ്റ്റൻഷൻ ഇല്ലാതെയാണ് അവർ പദവിയിൽ തുടർന്നതെന്നും ഈ സാഹചര്യത്തിലാണ് പുതിയ നിയമനമെന്നുമാണ് അപ്പീലിൽ പറയുന്നത്. 2026 ഫെബ്രുവരിയിൽ ഡോക്ടർ റീനയുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി അവസാനിച്ചതാണ്. എറണാകുളത്തെ തസ്തിക അപ്ഗ്രേഡ് ചെയ്ത ശേഷമാണ് ഡോക്ടർ റീനയ്ക്ക് നിയമനം നൽകിയത്. സ്ഥലം മാറ്റം പൂർണ്ണമായും സർക്കാരിന്റെ ഭരണപരമായ തീരുമാനങ്ങളുടെ ഭാഗമാണെന്നും അപ്പീലിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പീലിൽ കഴിഞ്ഞ ദിവസം വാദം കേട്ട ഹൈക്കോടതി ഇന്ന് വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. വിധി ആരോഗ്യമന്ത്രി മുരളീധരനും ഡോക്ടർ റീനയ്ക്കും നിർണായകവുമാണ്. സർക്കാരിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥ വേണമെന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് റീനയെ മാറ്റിയത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ സ്റ്റേ ഹൈക്കോടതി റദ്ദാക്കിയില്ലെങ്കിൽ മന്ത്രിക്ക് അത് തിരിച്ചടിയാകും. മാത്രവുമല്ല, നിയമ പോരാട്ടവുമായി സുപ്രീം കോടതിയെ സമീപിക്കേണ്ടിയും വരും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന സമയമാണ്. ഈ അവസരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഡയറക്ടർ ആസ്ഥാനത്ത് കസേരകളിയാണ് കണ്ടത്. ഡോക്ടർ റീനയും ഡോക്ടർ മീനാക്ഷിയും ഓഫീസിൽ മുഖാമുഖം ഇരുന്ന് ജോലി ചെയ്യുകയാണ്. ഫലത്തിൽ ആരോഗ്യവകുപ്പിന് 2 ഡയറക്ടർമാരുള്ള അവസ്ഥയാണിപ്പോൾ. ഇന്നത്തെ ഹൈക്കോടതി വിധിയോടെ ഈ അനിശ്ചിതാവസ്ഥയ്ക്ക് താൽക്കാലികമായെങ്കിലും പരിഹാരമുണ്ടാകുമെന്നാണ് കരുതുന്നത്.